ഫ്രാൻസ് അപ്പം ഞാൻ കുവൈറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം കുവൈറ്റിലേക്ക് ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ നേരിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പോകുന്ന കാര്യങ്ങൾ ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നേരിട്ട് ഇപ്പം ഫ്ലൈറ്റുണ്ട് കുവൈറ്റിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലോട്ട് പറയുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഇതൊക്കെ. കുവൈറ്റിലുള്ള ട്രാവൽ ക്ലബ്ബ് എന്ന് പറഞ്ഞ ട്രാവൽസ് എന്നാണ് ടിക്കറ്റ് എടുത്തത്. കുവൈറ്റ് സിറ്റി മാലിയയിലാണ് ഇവരുടെ ഓഫീസ്. വിനയായിട്ടാണ് നമുക്ക് ടിക്കറ്റ് റെഡിയാക്കി തന്നിരിക്കുന്നത്. ടിക്കറ്റ് പ്രകാരം നമ്മൾ കൊച്ചിയിലെ മെട്രോപോളിസിൽ തന്നെ നമ്മൾ പോയി ചെക്ക് ചെയ്യണം. കൊറോണ ടെസ്റ്റ് 72 മണിക്കൂറിന് മുമ്പുള്ള കൊറോണ ടെസ്റ്റ് റിപ്പോർട്ടും കൊണ്ട് വന്നാൽ മാത്രമാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ എറണാകുളം കച്ചേരിപ്പടിക്കടുത്തുള്ള നോർത്ത് സ്ക്വയറിലെ പരമര റോഡിലാണ് ഈ ലാബ് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 8 മണി തൊട്ട് വർക്കിംഗ് ആണ്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ടൗൺ ഹാളിന് ഓപ്പോസിറ്റാണ് ഈ ക്ലിനിക്ക്, ഈ ലാബ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നിപ്പോൾ രാവിലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് റിപ്പോർട്ട് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വരുന്നതായിരിക്കും. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സിവിൽ ഐ ഡി, അതുപോലെ തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്ത കോപ്പി, അതുപോലെ ടിക്കറ്റിൻ്റെ കോപ്പി, ഇതെല്ലാം കയ്യിൽ തന്നെ കരുതുക. എമിഗ്രേഷൻ അവിടെ നമ്മുടെ സിവിൽ ഐ ഡിയും കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട്. കൊച്ചി എയർപോർട്ടാണ്. എമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു, ചെക്കിംഗ് എല്ലാം ഉണ്ട്. കോവിഡ് ടെസ്റ്റിൻ്റെയും അവിടുത്തെ സിവിൽ ഐ ഡിയുടെ കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ വലിയ തിരക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അടിപൊളി. ഒരു 2 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മളൊരു 1 മണിയാകുമ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. 37 യാത്രക്കാരുമായിട്ടാണ് കുവൈറ്റ് എയർവേസിൻ്റെ വലിയ വിമാനം പുറപ്പെട്ടത്. വളരെ ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് നമുക്ക് സീറ്റ് നമ്പറൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് ഇരിക്കാം. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ലഗേജ് വെക്കാനും നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ള ഒരു സീറ്റിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. മാസ്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഗ്ലൗസോ PP ടിക്കറ്റോ ഒന്നും നിർബന്ധമല്ല, ആവശ്യമുള്ളവർക്ക് ഇടാം. ആരും ഇട്ടത് നമ്മൾ കണ്ടില്ല. ഫ്ലൈറ്റ് എടുക്കുവാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ നേരിട്ട് കുവൈറ്റിലേക്ക് ഇറങ്ങുകയാണ്. കുവൈറ്റിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഒരുപാട് നാടുകൾക്ക് ശേഷം വീണ്ടും കാണാൻ സാധിച്ചു. നേരിട്ട് വരാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ സന്തോഷം. ഫ്ലൈറ്റിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യൂസ് ചെയ്യുവാണെങ്കിലും നമ്മൾ ഫ്ലൈറ്റ് മോഡിലിട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ നെറ്റ്വർക്ക് എല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യമാണ്. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും സീറ്റിനടിയിൽ നിന്നോ സീറ്റിന് മുകളിലുള്ള അറകളിൽ നിന്നോ ശേഖരിക്കേണ്ടതാണ്. സീറ്റിന് മുകളിലുള്ള അറകൾ തുറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുവൈറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ മലയാളത്തിൽ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാൻഡിങ് ആണെന്ന് പറഞ്ഞാൽ ആൾക്കാർ എഴുന്നേൽക്കുകയോ ഓടാനോ ഒന്നും നിൽക്കുന്നില്ല. അതുതന്നെ വലിയ കാര്യം. നമ്മുടെ കാര്യം കൊച്ചിക്ക് നാട്ടിലേക്ക് പോകുമ്പോഴാണ്, കൊച്ചി എത്തുമ്പോഴേ നമ്മളെല്ലാവരും ബാഗ് വല്ലതും എടുത്തിട്ട് പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടി ഓടുന്നത്. ഇവിടെ അതൊന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ച് സുരക്ഷിതമായിട്ട് കുവൈറ്റ് ലാൻഡ് ചെയ്തു. വെളുപ്പിനെ 5 മണിയായപ്പം ലാൻഡ് ചെയ്തു. അവിടുന്ന് നമ്മളൊരു ബസ്സിലാക്കി. പെട്ടെന്ന് തന്നെ, ഒത്തിരി സമയമൊന്നും എടുത്തില്ല. നമ്മൾ ഹോട്ടലിൽ വന്നു. അവിടെ നമ്മൾ PCR എടുത്തതിന് ശേഷം ഞങ്ങളുടെ റൂമിലേക്ക് വിട്ടിട്ടുണ്ട്. ഒരു റൂമിൽ 4 പേരാണ്. ഇതാണ് അതിൻ്റെ ഫെസിലിറ്റി. ഹോട്ടലിലെ ഫെസിലിറ്റി ഒന്നും കുഴപ്പമില്ല. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ആദ്യത്തെ 3 ദിവസത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് ഫുഡോ കാര്യങ്ങളോ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. അവർ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാത്റൂമും ഫെസിലിറ്റികളും എല്ലാം ഉണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവർ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൈ കരുതുക. സോപ്പ്, ബ്രഷ്, പേസ്റ്റ്, അതുപോലെ തന്നെ ചായപ്പൊടി കാര്യങ്ങളെല്ലാം കരുതുക. ഇതാണ് നമുക്ക് രാവിലെ വന്ന ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവർക്കും സെപ്പറേറ്റ് ഫുഡാണ്. 4 ബോക്സായിട്ട് വരും. അതിൽ കുബൂസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. വെള്ളം ഓരോ കുപ്പി, ചെറിയ ബോട്ടിൽ വാട്ടറുണ്ട്. 3 നേരവും, ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ റൈസാണ്. റൂമിൽ ബാക്കി എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇത് ഇൻ്റർനാഷണൽ ഫുഡാണ്. അപ്പം നമ്മൾ ഇന്ത്യൻ സ്റ്റൈലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. 14 ദിവസമാണ് ക്വാറൻറ്റൈൻ. അത് കഴിഞ്ഞ് PCR എടുത്ത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പുറത്ത് പോകാം. പിന്നെ നമ്മൾ ഈ ഫുൾ പാക്കേജിന് 385 KD നമ്മൾ കൊടുത്തത്. അതിനകത്ത് നാട്ടിലെ PCR, ഇവിടുത്തെ PCR, 14 ദിവസം ക്വാറൻറ്റൈന്, 3 നേരം ഫുഡ് എല്ലാം കൂട്ടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഞങ്ങൾ വിചാരിക്കുന്നു.
അപ്പം അത്യാവശ്യം വേണ്ട വിവരങ്ങൾ അറിയുവാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. സംശയമുള്ളവർക്കൊക്കെ വിളിക്കാം. ഫെബ്രുവരി മാസത്തിലെ ഷെഡ്യൂൾഡ് ആയിട്ടില്ലെന്നാണ് ട്രാവൽസ് ഞങ്ങൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആയിക്കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്വാറൻറ്റൈൻ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.